നമ്മൾ ഒരുപാട് കാലമായില്ലേ ഇപ്പൊ ചന്ത വീഡിയോസ് ചെയ്തിട്ട്. അപ്പൊ അതെ ബിനുചേട്ടന്റെ കൂടെ ബിനുചേട്ടൻ ഒരു പോത്തുകുട്ടി എടുക്കണം എന്ന് പറഞ്ഞപ്പോ നേരെ വന്നതാണ്. ആ സമയത്താട്ടോ ബിനുചേട്ടൻ വിറ്റ പോത്ത് മണി എന്നാട്ടോ പേര്. ആ പോത്തിനെ കച്ചവടക്കാര് ചന്തയിലേക്ക് വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെ നമ്മുടെ ബിനുചേട്ടൻ ആ പോത്തിനെ കാണാൻ പോവാട്ടോ. സംഭവം ഇതേ വല്ലാത്തൊരു അനുഭവം കേട്ടോ അത്. എന്താ പറയാ, നമ്മൾ ഇത്രയും കാലം നോക്കി വളർത്തിയ പോത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റു. അത് ഒരു സംഭവമാണ്. എന്നാലും വീണ്ടും അതിനെ ചന്തയിൽ വെച്ച് കാണുക എന്നൊക്കെ പറയുമ്പോൾ എന്തുമാതിരി സങ്കടാവില്ലേ ആ ഒരു അവസ്ഥ നോക്കി. ആ പുള്ളിക്കാരൻ എന്താ കുറേ നോക്കി നിന്നു കേട്ടോ. പിന്നെ മൂപ്പര് തിരിച്ചു പോയി. ബിനുചേട്ടൻ്റെ മണിയനെ വിറ്റത് 62 രൂപയ്ക്കാട്ടോ. ഏകദേശം 23 രൂപയ്ക്ക് വാങ്ങിച്ച പോത്താണ്. 8-9 മാസത്തോളം നോക്കിയിട്ടുള്ളത്. സംഭവം പുള്ളിക്കാരന് അത്യാവശ്യം വില കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി വേറെ അഭിപ്രായമുള്ള ആൾക്കാർ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ആ പോത്തുകൂട്ടന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പോത്തുകൂട്ടനാണ്. സംഭവം അത്യാവശ്യം നല്ല ഇറച്ചിയൊക്കെ കയറിയിട്ടുള്ള പോത്തുകൂട്ടം. കുറേ പേര് പറഞ്ഞു, നെഗറ്റീവ് കുറേ പേര് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ആഗ്രഹിച്ച വില കിട്ടി, അതിൽ മൂപ്പര് ഹാപ്പിയാണ്. പിന്നെ അവിടെ വേറെ അഭിപ്രായങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അതെ പുതിയൊരു പോത്തുകുട്ടിയെ കൂടെ നമുക്ക് വാങ്ങിക്കാനുണ്ട്. അതങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. ഒന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്തത് വാങ്ങിക്കും, അല്ലെങ്കിൽ ആ ഒരു ശീലം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. നോക്കാനൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വാങ്ങിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളെ ഒരു ശീലമാണ്, തുടർന്നുകൊണ്ടേയിരിക്കുക. ആ കാണുന്ന കുട്ടിക്ക് അവർ പറഞ്ഞത് 16 രൂപയാണ്. മാക്സിമം പോയാൽ 10 രൂപ, അതിൻ്റെ അപ്പുറത്തേക്ക് വിലയില്ല കേട്ടോ. അങ്ങനെ ആ വിലയൊക്കെ സംസാരിച്ചു. ഏതായാലും പെരുന്നാൾ കച്ചവടമാണ്, വില കുറയാൻ ചാൻസ് വളരെ കുറവാട്ടോ. അപ്പോൾ പിടിച്ച പാടെ 16 തന്നെ നിൽക്കുകയാണ്. നമ്മളേതായാലും ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. ചെറിയ കുട്ടിയാണ്, ഒരുപാട് സമയം നോക്കേണ്ടി വരും കേട്ടോ ഒന്ന് ക്ലിയറായി വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ 16 എടുക്കാൻ ഏതായാലും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് അടുത്ത ചന്തകളിലൊക്കെ ആയിട്ട് വരാം. അപ്പോൾ 16 എടുക്കത്തില്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനെ നമ്മൾ അടുത്ത കുട്ടിയെ നോക്കി പോവുകയാണ്. പിന്നെ കണ്ട കുട്ടി ഇതാട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും ഇന്ന് കുട്ടികൾ വളരെ കുറവാണ്. കാരണം ആൾക്കാർക്ക് ആവശ്യമുള്ളത് പെരുന്നാൾ കച്ചവടത്തിനുള്ള കന്നുകളാണ്, ഇറച്ചി ആവശ്യത്തിനുള്ള കന്നുകളാണ്. അപ്പോൾ ഇതിന് ചോദിച്ചത് 20,000 രൂപയാണ്. സംഭവം നല്ല വിലയാണ്. കാരണം ഇതാണ് പെരുന്നാൾ കച്ചവടമാണ്. കുറച്ച് കുട്ടികളെ വരത്തുള്ളൂ, കൂടുതലായിട്ട് വരിക ഇറച്ചിക്ക് ആവശ്യമുള്ള ആളുകളാണ്. ആ കാണുന്ന ആളെ ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിലും ഒന്ന് പറയണേ. നമ്മുടെ പശുക്കുട്ടിയെ വാങ്ങിച്ചത് പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നാണ്. ജംഷീദ് നട്ടോ പുള്ളിക്കാരന്റെ പേര്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇപ്പൊ കണ്ടിട്ട് പുള്ളിക്കാരൻ ഒരു ഫാം നടത്തിയിരുന്നു. ഇപ്പൊ നിലവിൽ ഫാം ഒന്നുമില്ല, വേറെ എന്തൊക്കെയോ പരിപാടിയാണ്, പുറത്തോട്ട് പോകാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പൊ ഷിയാസ് ഇതേ പോയിട്ടോ. അപ്പൊ ബിനിച്ചേട്ടന് ജംഷീദിനെ പരിചയമല്ല കേട്ടോ. അപ്പൊ നമ്മളിതേ ബിനിച്ചേട്ടനും കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇങ്ങനെയാട്ടോ സൗഹൃദങ്ങൾ ഉണ്ടാവുക. ചില പ്രത്യേക താല്പര്യങ്ങള്, പ്രത്യേക ഇഷ്ടങ്ങളോട് കൂടിയിട്ട് ആളുകൾ അങ്ങനെ പരിചയപ്പെടും കേട്ടോ. അങ്ങനെ പരിചയപ്പെട്ട ആളുകളാട്ടോ ബിനിച്ചേട്ടനും ജംഷീദും. ഷിയാസ് പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. എന്നാലും അവന്റെ ടേസ്റ്റും നമ്മുടെ ടേസ്റ്റും കുറേ പോലെയാണ്. അങ്ങനെ കുറേ പേരെ നമ്മൾ പരിചയപ്പെടും കേട്ടോ. എത്ര 35 രൂപ പോത്ത് കിട്ടുന്നുണ്ട്. ആരാണ്? എന്റെ പാപ്പാന്റെ. ആദ്യമേ പറഞ്ഞല്ലോ, ഇന്നത്തെ കച്ചവടം നടക്കാൻ പോകുന്നത് ഇറച്ചി കന്നുകളാണ്. കാരണം പെരുന്നാള് അടുക്കാനായി. ആ സമയത്ത് കുട്ടികളെ കൊണ്ടല് ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഉള്ളതില് മിക്ക പോത്തുകളും, അതായത് എന്നെ പോലെയുള്ള ആളുകൾ വീട്ടില് നന്നായിട്ട് നോക്കി വളർത്തി കൊണ്ടുവരുന്ന പോത്തുകളാണ് കേട്ടോ. അങ്ങനെ പുറത്തുനിന്നോ ആന്ധ്രയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ലോറികളിൽ കയറി വരുന്ന കന്നുകളേക്കാൾ കൂടുതൽ കന്നുകൾ നാടൻ കന്നുകളാണ്. 1 അല്ലെങ്കിൽ 2 മാക്സിമം പോയാൽ 2 വർഷം നോക്കിയിട്ട് നേരെ അവരെടുത്ത അതേ ചന്തയിൽ തന്നെ കൊണ്ടുപോയിട്ട് വിൽക്കുന്ന പരിപാടിയാണ്. അപ്പോൾ വന്ന സമയം മുതലേ നമ്മൾ കാണുന്നതാണ് കേട്ടോ നാടൻ പോത്തുകൾ. അതായത് സ്വന്തം വീട്ടിൽ ഇതാ ഇങ്ങനെ പിണ്ണാക്കും അവിടെ കൊടുത്ത് വളർത്തി 1 അല്ലെങ്കിൽ 2 വർഷമൊക്കെ മാക്സിമം നോക്കുന്ന ആ കന്നുകളാട്ടോ കൂടുതലുള്ളത്. സാധാരണ ഇറച്ചി കന്നുകൾ പുറത്തുനിന്ന് വലിയ വലിയ കന്നുകൾ വരാറുണ്ട്. ചിലപ്പോൾ അടുത്ത ആഴ്ചകളിലായിട്ട്
വലിയ ഇറച്ചി കന്നുകളുണ്ടല്ലോ, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മുറ പോത്തുകളൊക്കെ അത്യാവശ്യം പ്രായമായ വലിയ വലിയ കന്നുകൾ വരുന്നുണ്ടാവും കേട്ടോ. ഏതായാലും ഇപ്രാവശ്യം, അതായത് ഇന്ന് ശനിയാഴ്ച നമ്മുടെ എടക്കര ചന്തയിൽ വളരെ കുറച്ച് ഇറച്ചി കന്നുകൾ, അതായത് പുറത്തുനിന്ന് വന്ന കന്നുകൾ ഉള്ള എരുമകളുണ്ട്. അതായത് നമ്മുടെ ഇറച്ചി കടകളിലേക്ക് ആവശ്യമുള്ള കന്നുകളുണ്ട്. പക്ഷെ നമുക്ക് പെരുന്നാളിന് ആവശ്യമായിട്ടുള്ള കന്നുകൾ നാട്ടിൻപുറത്തുനിന്ന് കൊണ്ടുവന്ന കന്നുകളാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അത് കണ്ടാലേ അറിയാം കേട്ടോ, ആ ഒരു പോത്തിന്റെ ആ തൊലിപ്പുറത്തേക്ക് നോക്കിയാലേ അറിയാം. ചെറിയ കുട്ടികളാവും കേട്ടോ, അത്ര വലിയ പ്രായമൊന്നും ഉണ്ടാവില്ല. ഏകദേശം ഇതൊക്കെ ഇതൊക്കെ 1-2 വർഷമൊക്കെ മാക്സിമം ആയിട്ടുണ്ടാവുള്ളൂ. എന്നാൽ പുറത്തുനിന്ന് വരുന്ന കന്നുകളെ കണ്ടാൽ നമുക്കറിയാം ഒരുപാട് സൈസ്, നമ്മുടെ ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന വലിയ വലിയ ബ്രീഡ് ഉൾപ്പെട്ട ആ പോത്തുകളാട്ടോ അങ്ങനെ വരുന്നത്. അത് ചിലപ്പോൾ അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് നമുക്ക് ലോഡ് കണക്കിന് വരുന്നത് കാണാട്ടോ. നാല് പോത്തുകൾ എത്ര വേണം? നാല് അഞ്ചെണ്ണം. ആ മൊത്തവില വേണം. അവിടെ കണ്ട വേറെ കുറച്ച് കുട്ടികളാട്ടോ ഇത്. വലിയ കൊമ്പാണ്, വല്ലാത്ത പ്രശ്നമാട്ടോ ഈ വലിയ കൊമ്പുണ്ടെങ്കിൽ. ആളുകൾക്ക് വാങ്ങിക്കാൻ ചെറിയൊരു മടിയാണ്. കുറേ പേര് വന്ന് മടങ്ങിപ്പോയിട്ടോ. അപ്പോൾ മാർക്കറ്റ് വലിയ കൊമ്പുള്ള പോത്തുകുട്ടികൾക്ക് കുറവാണ്. ഇപ്പോൾ എല്ലാവർക്കും മുറ ബ്രീഡ് പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതുപോലെയൊക്കെ തോന്നിക്കുന്ന നെറ്റിയും കൊമ്പൊക്കെ ഉള്ള കുട്ടികളായിട്ട് ആവശ്യം. അപ്പോൾ ദേ അടിപൊളി കാളകളുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ, ഇറച്ചി കന്നുകൾക്കാട്ടോ ഈ 2 ചന്തകൾ. ഇനിയും അടുത്ത ആഴ്ചയൊക്കെ വരുന്ന കന്നുകൾക്കൊക്കെ ആവശ്യക്കാർ പെരുന്നാൾ കച്ചവടത്തിന് വരുന്ന ആളുകളാണ്. അവർക്ക് കുട്ടികളെ ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല വിലയായിരിക്കും. കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും കുട്ടികളെ കൊണ്ടുവരിക. പാല് വജ്ജലുമാണ്.
നേരത്തെ പറഞ്ഞ പോലെ ദേ വരുന്നു നാടൻ കന്നുകൾ കേട്ടോ. ഏതോ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് വളർത്തിയിട്ടുള്ള പോത്തുകളാണ്. ഏകദേശം ബിനിച്ചേട്ടൻ്റെ പോത്തുകളൊക്കെ പോലെ തന്നെ തോന്നണ നല്ല തൂർന്ന ശരീരം അല്ലേ. അപ്പോൾ മെയിനായിട്ട് ഈ ചന്ത കൊണ്ടുപോയത് ഈ നാടൻ പോത്തുകളാണ്. ഏറെക്കുറെയൊക്കെ അവർ നാട്ടിൻപുറത്തുനിന്ന് കൊണ്ടുവന്ന ആളുകളാണ്. പുറത്തുനിന്നുള്ള കന്നുകൾ വളരെ കുറവായിരുന്നു. എല്ലാം നല്ല അടിപൊളി കന്നുകൾ കേട്ടോ. ബിനിച്ചേട്ടൻ്റെ പോത്ത് കച്ചവടമാവുമോ എന്നുള്ളത് നോക്കി നിന്നിട്ട് കുറേ സമയം ഞങ്ങൾ. എന്നിട്ട് വേണം ഒന്ന് സമാധാനത്തിൽ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ കേട്ടോ. എത്ര രൂപയ്ക്കാണ് അവർ വാങ്ങിക്കുകയെന്നോ നമുക്കൊന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ബിനിച്ചേട്ടനുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നോക്കി നിൽക്കുന്നത് വരെ അത് കച്ചവടം ആയിട്ടില്ലേ. അപ്പോൾ 62 രൂപയ്ക്കാണ് ബിനിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചത്. അവരിനി എത്ര രൂപ ലാഭത്തിലായിരിക്കും വിൽക്കുക എന്നുള്ളൊരു സംശയം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി കാളക്കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. സംഭവം നല്ല ഭംഗിയാട്ടോ കാണാൻ. ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഈ കാളകളെ കാണാൻ. എനിക്കിഷ്ടമാട്ടോ, കാണാൻ ഇഷ്ടമാണ്. വളർത്താൻ താല്പര്യമില്ലെങ്കിലും അങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ് ഈ കാളകൾ. അപ്പോൾ ഇതേ പോത്തുകൾ, നമ്മുടെ നാടൻ പോത്തുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക കേട്ടോ നമ്മുടെ ചന്ത. ഞാൻ പേര് മാറ്റാൻ പോവാണ്. യെസ്, എണ്ണം ഫാമിംഗ് ആണ്. എടക്കര ചന്തയിൽ അങ്ങനെയൊന്നും കാണാത്ത ഒരു ഐറ്റം കേട്ടോ അത്. ജാഫ്രബാദി എന്ന് പറയുന്ന ടൈപ്പാണ്. ഈ കൊമ്പ് ഇങ്ങനെ താഴോട്ട് വീണിരിക്കുന്ന പോലെ കേട്ടോ. സംഭവം കാണാത്ത ഐറ്റം ആണെങ്കിലും അത്ര ക്വാളിറ്റി ഒന്നും കാണുന്നില്ല കേട്ടോ. കൊമ്പ് അങ്ങനെയുണ്ട്, എന്നാലും ശരീരത്തിന് അത്ര വലിയൊരു ഭംഗിയൊന്നുമില്ല. സംഭവം ജാഫ്രബാദിയൊക്കെ ആണെങ്കിൽ പോലും ആളുകൾക്ക് വേണ്ടത് നല്ല ഇടനീളവും നല്ല കാൽപ്പൊക്കമുള്ള കുട്ടികളാണ്. ജാഫ്രബാദി എന്ന് പറഞ്ഞ് കൊണ്ടുകൊണ്ടൊന്നും കാര്യമില്ല. അങ്ങനെ ആളുകൾ കുറേ പേര് വന്ന് കാണുന്നുണ്ട് കേട്ടോ, ജാഫ്രബാദി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആൾക്കാർക്ക് ആർക്കും വേണ്ട കേട്ടോ. അതിന് തൊട്ടടുത്തുള്ളൊരു കാളയാട്ടോ. എന്താ സൈസ് നോക്കിക്ക്, അതിൻ്റെ ആ ഒരു പൂഞ്ഞ കണ്ടോ, എന്താ അടിപൊളിയല്ലേ. അപ്പോൾ ജാഫ്രബാദി അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആർക്കും വേണ്ട കേട്ടോ ജാഫ്രബാദിയെ. അപ്പോൾ നമ്മൾ നേരെ പുഴയിലോട്ട് പോവുകയാണ്. പുഴയുടെ സൈഡിൽ ഇനി ആരെങ്കിലും ചെറിയ കന്നുകളെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ അവിടെയും ചെറിയ കുട്ടികളാണ് കേട്ടോ. ഇന്ന് കുട്ടികൾ വളരെ കുറവാണ്. നമുക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചന്തയിലേക്ക് വരാം. പോത്തുകുട്ടികൾ 2 ഉണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ മേലൊക്കെ ആകെ കരുവാരി തേച്ചിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ മുറിവുകളുണ്ട്. ആ മുറിവുകൾ ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തും കരിവാരി തേച്ചിരിക്കുകയാണ്.
നമ്മൾ അവിടെ കണ്ടൊരു പശുക്കുട്ടി കേട്ടോ അത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊരു കാലകരൊക്കെ ഉള്ള കുട്ടി കേട്ടോ. നമുക്ക് പോത്തിനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പശുക്കുട്ടിയൊക്കെ വാങ്ങിക്കാം കേട്ടോ. തൽക്കാലം ഇപ്പോൾ ഒന്നും വില ചോദിക്കുന്നില്ല. നമുക്ക് അതിനെ പറ്റിയുള്ള ചിന്തകളൊന്നുമില്ല കേട്ടോ. സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല കാല് എകരൊക്കെ ഉണ്ട്. വിലയും ചോദിച്ചില്ല കേട്ടോ. സംഭവം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ പോരെ. വിട്ടുവാ ബെല്ലാരി രാജ രാജാ പിടിച്ചോണ്ടിരിക്കുന്നു. സംഘപ്പം വന്ന് അവൻ അങ്ങനെ മൂപ്പരെ കൂടെ പിടിച്ചിട്ട് അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പോയി. ഇതിന് പിന്നെ നമ്മൾ അങ്ങനെ അങ്ങ് സ്നേഹിച്ചു അത് ഇന്നാളി പറഞ്ഞാൽ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഒന്ന് വയറിളക്കിയാൽ കഴിഞ്ഞു. രണ്ടും പാടെ
അതെ ചന്ത പൈസ എന്താണ് കൊടുക്കുന്നത്? അങ്ങനെ ഏതായാലും നമുക്ക് പോത്തുകുട്ടിയൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അടുത്ത ചന്തയിൽ ഇനി കാണാം. അടുത്ത ചന്തയിൽ എന്തായാലും നമുക്ക് വേണ്ട കുട്ടികൾ ഉണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വാർത്തണം